മാഡം. ദാസേട്ടനോ? മാഡം എന്നെ വിളിച്ചിരുന്നു. ദാസേട്ടന്റെ വരവ് തൃച്ചംബരത്ത് മൊത്തത്തിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ദാസേട്ടൻ ഔട്ട് ഹൌസിലേക്ക് പോവാതെ തൃച്ചംബരത്തിന്റെ അതിഥിയായി താമസിക്കുന്നതിനെ കുറിച്ച്. മാഡം, എന്റെ മക്കൾ ഔട്ട് ഹൌസ് താമസിക്കുന്നത്. മക്കളാണെന്നതുപോലും അച്ഛൻ ഓർക്കുന്നില്ലല്ലോ വലിയ കല്യാണി. എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ദാസേട്ടൻ വന്നിട്ട് തൃച്ചംബരത്ത് താമസിക്കാന്ന് വെച്ചാ, അതും നിങ്ങളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ. വിശ്വസിക്കാനാവുന്നില്ല. വലിയ കുഞ്ഞിന് ഇങ്ങനെ അവസ്ഥയുണ്ടാവുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ കരുതിയില്ല. മാഡത്തിന് മകനെ ഓർത്ത് തേങ്ങിക്കരയാനുള്ള അവസ്ഥയുണ്ടാക്കിയത് എന്റെ മക്കളാ. ആയിരങ്ങൾക്ക് അന്നം ഊട്ടുന്ന മാഡം ഇങ്ങനെ തളർന്നു നിൽക്കുന്ന കാണുമ്പോ അതിന് കാരണക്കാരിയായുള്ള മകളുടെ അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ തോറ്റുപോകുന്നു മാഡം. തോൽപ്പിക്കാനാ കല്യാണി. നിന്നെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തില് അമ്മ ഇപ്പൊ ദാസേട്ടനെ വരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അതിഥിയെ പോലെ ദാസേട്ടനെ തൃച്ചംബരത്ത് വാഴിക്കില്ലല്ലോ. അത് അച്ഛന്റെ വാശിയാണെങ്കിലോ? അല്ല, ദാസേട്ടൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ കണ്ണുകളിലല്ലേ ഇരുള് കയറിയിട്ടുള്ളൂ. നിന്റെ ജീവിതത്തിൽ കൂടി ഇരുൾ പടർത്താനുള്ള അമ്മയുടെ ചിന്തയായിരിക്കും ഇത്. ഇങ്ങനൊന്നും പറയരുത്. അഖിലമ്മേടത്തിന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ആനന്ദിനെ ഓസ്ട്രേലിയയിൽ നിന്ന് ഡോക്ടറെ വരുത്തി പരിശോധിപ്പിച്ചു. ഇളയച്ചൻ പറഞ്ഞ പ്രകാരം ആയുർവേദ വിദഗ്ധനായ ഒരു സ്വാമികളുടെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. അത് നാളെ അവസാനിക്കും. എന്റെ പ്രാർത്ഥനകൾക്കും മരുന്നുകൾക്കും ഫലം കാണാതിരിക്കുവോ ദാസേട്ടാ? മാഡത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുവോ? നീ സങ്കടപ്പെടേണ്ട കല്യാണി. അനിയൂട്ട, കരയല്ലേ മോനെ. ഞാനില്ലടാ നിനക്ക്. നമ്മളെ വേണ്ടാത്തവരൊക്കെ പൊയ്ക്കോട്ടെ. ഓ പോള എടുക്ക. ഹലോ ഓപ്പോളെ. ആ ഇല്ല ഇല്ല ഇല്ല. ആ ശരി ശരി. ആരൊക്കെ ന്യായീകരിച്ചാലും ദാസേട്ടൻ കാണിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും അറിയാതെ തൃച്ചംബരത്ത് ദാസേട്ടൻ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലുമില്ല. ദാസേട്ടൻ വന്നതല്ല, പിന്നെ ദാസേട്ടനെ വരുത്തിച്ചതാ. അച്ഛനെ കാണാൻ എന്റെ അനിയൻകുട്ടനെ എത്ര നാള് കൊതിച്ചു. കല്യാണി വിളിച്ചു പറഞ്ഞിരുന്നു.
ഇളയച്ചൻ വിളിച്ചിരുന്നു. കൃഷ്ണേട്ടനെയാ വിളിച്ചത്. വീരഭദ്രസ്വാമികൾ കൈലാസത്തിലേക്ക് മടങ്ങുന്നുവെന്നും അതിനു മുൻപ് നമ്മളൊന്ന് ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം എന്നും പറഞ്ഞു. നന്ദനയും ഉണ്ടാവണം. അയ്യോ അതാന്റി, ഞാൻ എന്ത് പ്രോഗ്രാം ആയാലും അതെല്ലാം മാറ്റിവെച്ചിട്ട് വരണം. ശരി ആന്റി. അരവിന്ദ് എവിടെ? കുളിക്കുക. ഞാൻ പറഞ്ഞേക്കാം ആന്റി. ശരി. ആന്റി എന്താ? ആന്റി, ദാസേട്ടൻ എന്തോ. അതൊക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പൊ ആശ്രമത്തിലേക്ക് പോവാൻ റെഡി ആവാൻ നോക്ക്. ഹലോ, ചെക്ക് ചെയ്തോ? ഞാൻ നോക്കട്ടെ. അങ്കിളായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചു. വാങ്കിള്. ഇരിക്കെങ്കിലേ. കുടിക്കാൻ ചായ? ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യം എന്തായി അങ്കിൾ? നീ പറഞ്ഞതനുസരിച്ച് ആ വീരഭദ്രസ്വാമികളെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു. ആ സ്വാമികള് മഹാജ്ഞാനിയായ ഒരു സന്യാസിയാണെന്ന് എന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. ആയുർവേദവും അലോപ്പതിയും ചേർന്നുള്ള ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ആയുർവേദവും അലോപ്പതിയോ? അതെങ്ങനെ സിങ്കാവും അങ്കിളെ? മെഡിക്കൽ സയൻസ് ഇദ്ദേഹത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത്യപൂർവമായ ഒരു ഔഷധക്കൂട്ട് കൊണ്ടാണ് അദ്ദേഹം ചികിത്സ നടത്തുന്നത്. കേട്ടിടത്തോളം വെച്ച് നോക്കുമ്പോൾ ആനന്ദന്റെ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയാണോ? അതെ. ആചാര്യന്മാരായ പഴയ ഭാരതീയ താമസന്മാരില്ലേ, അവരുടെ ഒരു പിന്തുടർച്ചക്കാരനാ ഇദ്ദേഹം എന്ന് വിശേഷിപ്പിക്കാം. തൃച്ചംബരത്തെ ഇപ്പോഴത്തെ കാരണവരില്ലേ, ആ ഋഷികേശ സ്വാമികളെ, അയാൾ കൊണ്ടുവന്നത് ഇദ്ദേഹത്തെ. അപ്പോ മോശക്കാരനാകാൻ വഴിയുണ്ടോ? ഇല്ല. ഇതിന്റെയൊക്കെ കൂടെ കല്യാണം ചെയ്യുന്ന മഹാശക്തി വ്രതവും എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോ കാര്യങ്ങള് കൈവിട്ട മട്ട. ആനന്ദന്റെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ പിന്നെ തൃച്ചംബരത്തുകാരോട് നമ്മുടെ യുദ്ധമൊന്നും പെട്ടെന്ന് ഫലം കാണില്ല. നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ ആലോചിക്കുന്നത് മറ്റു വഴികളാങ്കിൽ. എന്തു വഴികൾ? ആനന്ദിന് ഒരിക്കലും കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടരുത്. അതിനുള്ള വഴികൾ.
അച്ഛാ നമുക്ക് നഗത്തേക്ക് കയറാം. വാ കയറാം. ആനന്ദ്, ആ അച്ഛാ. സോമി കണ്ടോ? ഇല്ലച്ചാ, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ബ്രോ ഓക്കെ അല്ലേ? ആ, ഐ ആം ഓൾ റൈറ്റ്. വത്സ, ഈ നടുത്തളത്തിൽ ഒരു ഇരിപ്പിടം ഒരുക്കുക. ആ കുഞ്ഞിനെ വിളിച്ച് ആ ഇരിപ്പിടത്തിൽ ഇരുത്തണം. ശരി സ്വാമി. എത്രയായി? 50. സ്വാമിജി വിളിക്കുന്നു. ആ പോകാം. വാ ബ്രോ. സൂക്ഷിച്ച്. പതുക്കെ. പ്രിയങ്ക പറഞ്ഞ അതെ, പ്രിയങ്ക മാഡം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഞങ്ങള്. സൂക്ഷിക്കണം, ആശ്രമമാണ്. തൃച്ചംബരത്തെ എല്ലാവരും അകത്തുണ്ട്. ശബ്ദം ഉയരാത്ത വിധത്തിൽ എല്ലാം കൈകാര്യം ചെയ്യണം. ചെറിയൊരു പാളിച്ച വന്ന് എല്ലാം തകരാനിടയാവരുത്. ആന്റി, അരവിന്ദ്. എന്താ ആന്റി, അരവിന്ദ്. എന്താ നന്ദന? ആനന്ദിനെയും കല്യാണി അവിടെ കാണാനില്ല.
ആനന്ദിന്റെ മൊബൈൽ മാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു. എന്തോ കുഴപ്പമുണ്ട് അരവിന്ദ്. വാ നമുക്ക് പോയി നോക്കാം. അരവിന്ദ്, നോക്കാം. ബ്രോ, കല്യാണി. ആനന്ദ് എവിടെ? കാണുന്നില്ല. മോനെ ആനന്ദ്, കാണുന്നില്ലേ? അയ്യോ ഇതെവിടെ പോയി? ഇതെന്താ സ്വാമി? സ്വാമി, ഞാനിവരോട് ഇവിടെ വിശ്രമിക്കാൻ പറഞ്ഞതാണല്ലോ, പിന്നെ ഇവരോട് പോയി. ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ പോയി നോക്ക്. ചെല്ലു മോനെ. നോക്കൂ. കൃഷ്ണേട്ടാ, വാ നമുക്ക് നോക്കാം. നിങ്ങൾ വരൂ. ബ്രോ, കല്യാണി. മോളെ, മോനെ ആനന്ദ്. കല്യാണി, ആനന്ദ്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തതേ കൃഷ്ണേട്ടാ. വാ നമുക്ക് നോക്കാം. ബ്രോ, കല്യാണി. മോളെ, കല്യാണി, കല്യാണി, മോളെ. നിങ്ങൾ എല്ലായിടത്തും നോക്കൂ. ചെല്ലു, വേഗമാവട്ടെ. ശരി സ്വാമി. അയ്യോ ആനന്ദേ, മോനെ നീ എവിടെയാ? അയ്യോ എന്റെ ദൈവമേ, രണ്ടുപേർക്കും ഒരു ആപത്തും വരുത്തല്ലേ. അങ്ങനെ കല്യാണിയുടെ കഥ തീർന്നു. അവളെ അവര് കൊന്നുകളഞ്ഞു. അയ്യോ, ദേ ഇവിടെ ഒരു പെണ്ണിന്റെ ശവം. ഓടി വരണേ. അയ്യോ, ഓടി വരണേ. അയ്യോ, ആരെങ്കിലുമൊക്കെ ഒന്ന് ഓടി വരണേ. എന്റെ ദൈവമേ, ഇത് അരവിന്ദ് ചേച്ചി, ദേ നോക്ക്. ദേ നോക്ക്, കണ്ടോ? കല്യാണിയുടെ ശവമാണെന്നാ തോന്നുന്നത്. ഇങ്ങ് വാ വല്യുഞ്ഞെ. എത്രയായി? 100. എന്താടാ, എന്താ നീ ഇങ്ങോട്ടാ? ഞാൻ വല്യുഞ്ഞിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അനിൻകുട്ടാ, ആ ചേച്ചി, നിങ്ങൾ പോയപ്പോ മുതല് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്കറിയായിരുന്നു എന്റെ അമ്മ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. സന്തോഷായില്ലേ? നിന്റെ അളിയനിപ്പോ വീണ്ടും ഈ ലോകം മുഴുവൻ കാണാടാ. ഏയ്, നീ കരയാണോ? ഏയ്, സന്തോഷം കൊണ്ടാ വല്യുഞ്ഞി. നിന്റെ ചേച്ചിയെ കണ്ട് പഠിക്കുന്നതായിരിക്കും. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയുന്നൊരു ചേച്ചി അനിയനും. ദേ,
എന്റെ കുഞ്ഞളിയൻ കരയണ്ട. കളക്ടർ ആവാനുള്ള ആളാ. അമ്മേ, അറിഞ്ഞല്ലോ അല്ലേ? കിട്ടി. അമ്മയുടെ ഈ മോളുടെ ശാപം പിടിച്ച ജന്മത്തിന് മോക്ഷം കിട്ടി. നമ്മുടെ വല്യുഞ്ഞിന് കാഴ്ച തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ എനിക്കറിയാം, ഞങ്ങളെ വിട്ടുപോയെങ്കിലും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന്. ഇപ്പൊ എനിക്കത് ഉറപ്പായി. ഒരുപാടൊക്കെ സങ്കടപ്പെടുത്താൻ പരീക്ഷിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അമ്മ ഈ മോളെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മയുടെ മോക്ക് സന്തോഷായി. ഇനി ഈ ജന്മത്ത് വേറൊന്നും വേണ്ട എനിക്ക്. ചേച്ചി, ആ എനിക്ക് തോന്നി ചേച്ചി ഓടിക്കേറി വന്നപ്പോഴേ. ചേച്ചി, നമ്മുടെ വല്യുവിന് കാഴ്ച കിട്ടിയില്ലേ, ഇനി ഈ കണ്ണ് നിറയരുത്. അതെനിക്ക് സഹിക്കില്ല. ഇല്ല നീങ്കുട്ട. അല്ല, വല്യുഞ്ഞ എവിടെ? ആ, വല്യുഞ്ഞ് സുബ്രു സാറിനോട് ഫോണിൽ സംസാരിക്കുക. ഇപ്പൊ വരും. ചേച്ചി വാ. അല്ല, എങ്ങോട്ടാ? ഇങ്ങോട്ട് വന്നേ. ആ അതെ അതെ അതെ. ഇല്ല, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ സുബ്രു, അവരെത്തി. ഞാനൊന്ന് കണ്ട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി ഇവിടെ തന്നെ നിന്നത്. എന്നാ ഞാൻ വിളിക്കാം. ശരി. ബ്രോ, എനിക്കറിയായിരുന്നു ബ്രോ, എന്റെ ബ്രോയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന്. ആനന്ദിന് കാഴ്ച തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇരുളിലായി പോകുന്നത് എന്റെ ജീവിതമായിരുന്നേനെ. അരവിന്ദിന്റെ അവസ്ഥ അതായിരുന്നു ആനന്ദ്. ആ ഇനിയേ, അപ്പൊ വിശേഷങ്ങളൊക്കെ പിന്നീടാവാം. ഒരു യുദ്ധം കഴിഞ്ഞു വന്നതല്ലേ, ആനന്ദ് പോയെന്ന് ഫ്രഷ് ആവാം. ചെല ബ്രോ, ഒന്ന് ഫ്രഷ് ആ. പോട്ടെ. ആനന്ദ്, അമ്മേ, ഒരുപാട് പ്രാർത്ഥനകളുടെയും പൂജകളുടെയും ഫലം നിനക്കിപ്പോ തിരികെ കിട്ടിയ കാഴ്ച. അറിയാമേ, എല്ലാവരോടും ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവും. എന്റെ മോന്റെ ഈ മനസ്സിന് എല്ലാം നല്ലതല്ലേ വരൂ. ആനന്ദ്, തൃച്ചംബരത്തെ പൂജാമുറിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. വാ. വേണ്ടമ്മേ, അമ്മ ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ, മക്കളുടെ സങ്കടം തിരിച്ചറിയാനാവാത്ത ഒരാളെ. അത് തന്നെ ധാരാളം. ജീവനുള്ളപ്പോ കേൾക്കാത്ത നിലവിളിയൊന്നും ചൈതന്യം പേറുന്ന ഒരു വിഗ്രഹവും കേട്ടെന്ന് വരില്ലമ്മേ. ഇപ്പോ നിന്റെ പേരിട്ടാ വല്യുഞ്ഞിനെ വിളിക്കണേ, ചെമ്പരത്തിക്കുട്ടീന്ന്. നിന്റെ ചിരിയാത്ര എനിക്ക്. നീ ഞാനും ഒരുമിച്ച് വന്നതാ ഈ തൃച്ചംബരത്ത്. അപ്പോ എന്റെ സന്തോഷം നിന്റെ കൂടെ സന്തോഷല്ലേ? എനിക്കറിയാം, നിന്റെ കൂടി പ്രാർത്ഥന കൊണ്ടാ എന്റെ വല്യുഞ്ഞിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. മറ്റാരുടെയും പ്രാർത്ഥന കൊണ്ടല്ല കല്യാണി. സത്യവാന്റെ ജീവനും കൊണ്ട് യമദേവൻ പോയപ്പോ പിന്നാലെ പോയി ജീവൻ തിരികെ വാങ്ങി വന്ന സാവിത്രിയില്ലേ, അതിലും വലിയ മനസ്സാ എന്റെ മരുമകളുടേത്. അതേ കല്യാണി, നിന്റെ മഹാശക്തിവ്രതത്തിന്റെ ഫലമാ എന്റെ മകന് തിരിച്ചു കിട്ടിയ ഈ കാഴ്ച. എഴുന്നേൽക്ക് മോളെ.
സന്തോഷമായില്ലേ എന്റെ മോക്ക്? നീ ഇപ്പൊ കരയുന്നത് നിയന്ത്രിക്കാനാവാത്ത സന്തോഷം കൊണ്ടാണെന്ന് എനിക്കറിയാം. നിരന്തരം ദൈവസന്നിധിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രാർത്ഥനകൾക്ക് ഏത് ദൈവങ്ങൾക്കാവും ഉത്തരം തരാതിരിക്കാൻ പറ്റുന്നത്? എന്റെ മകൻ ജനിച്ച ദിവസത്തെ സന്തോഷമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇതിലൂടെ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അഖില പറയുന്നത് പോലെ കുടുംബ പാരമ്പര്യം തെറ്റിച്ചതുകൊണ്ടുള്ള കാരണവർ ശാപമൊന്നും നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടില്ല. നിന്നെപ്പോലെ ഒരു മരുമകളെ കിട്ടിയതിൽ അവരൊക്കെ പ്രസാദിച്ചിട്ടുണ്ടാവും കല്യാണി. ഒക്കെ ശരിയാവും മോളെ. ഇപ്പൊ എനിക്കത് ഉറപ്പായി. നല്ലതേ വരും. ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്റെ കെട്ടിയോള് വലിയ സന്തോഷത്തിലാണല്ലോ. ഇതുവരെ കാണാത്തൊരു ഉത്സാഹവും ചുറുചുറുക്കും. ശരിയല്ലേ? വളരെ വളരെ ശരിയാണ്. ആ, സത്യം പറഞ്ഞ കല്യാണി, നീ ഒരു സംഭവം. കുറച്ചു മുമ്പ് എന്റെ കൈയും പിടിച്ച് വിളപ്പുറത്തമ്മയുടെ മുന്നിൽ നിന്ന് വിതുമ്പിയ ആളാ ഇപ്പോ. എന്റെ വിളപ്പുറത്തമ്മയാ പഴയതുപോലെ എന്റെ വല്യുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നത്. ഇനിയും ഇങ്ങനെ വല്യുഞ്ഞിന്റെ കൈയും പിടിച്ച് നടക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എല്ലാം എന്റെ വിളപ്പുറത്തമ്മയുടെ അനുഗ്രഹം, ഞാൻ ഒഴുക്കിയ കണ്ണീരിന്റെ ഫലം. എന്താ കല്യാണി ഇത്? സത്യം, വല്യുഞ്ഞി ഇരുട്ടിലായിരുന്നപ്പോ ആരോടെങ്കിലും സങ്കടം പറയാൻ പോലും പേടിയായിരുന്നു എനിക്ക്. ഒന്നുറക്കെ കരഞ്ഞ എന്നെ വല്യുഞ്ഞി തോറ്റുപോയാലോ? ഏയ്, എന്താ കല്യാണി ഇത്? ആരാ പറഞ്ഞത് ഞാൻ ഇരുട്ടിലായെന്ന്? നിന്റെ ശ്വാസം അരികിലുള്ളപ്പോ 1000 തിരികൾ ഒരുമിച്ച് തെളിയിച്ച പ്രകാശം ഉണ്ടായിരുന്നു എന്റെ കണ്ണിന്. ആ വിശ്വാസത്തില് ഞാൻ സ്കൂട്ടർ ഓടിച്ചതുപോലും. നീ കൂടെ ഉണ്ടായിരുന്നപ്പോ ഒരു ഗട്ടറിൽ പോലും സ്കൂട്ടർ വീണില്ല. പക്ഷെ നിന്നെ തേടി ഞാൻ ഒറ്റയ്ക്ക് അറിഞ്ഞപ്പോ, കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ? മതി, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം. 1000 ചെമ്പരത്തിപ്പൂക്കൾ വിടർത്തിക്കൊണ്ടുള്ള നിന്റെ ചിരിയുണ്ടല്ലോ, ഈ ജന്മം മുഴുവൻ എനിക്ക് ആ ചിരി കാണണം. ഒന്ന് ചിരിക്കെന്റെ കല്യാണി. നിന്റെ ഈ ചിരിയാണ് എന്റെ ശ്വാസം. നിന്റെ ഈ ചിരി അവസാനിക്കുമ്പോ ഞാനും... വേണ്ട, ഇങ്ങനൊരു വെറും വാക്ക് പോലും സഹിക്കാൻ എനിക്ക് ഈ കല്യാണിക്കാവില്ല വല്യുഞ്ഞെ. ഒരു ദേഷ്യത്തിന് 3-4 മിനിറ്റേ ആയുസുള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്ക്, ചെയ്തു കൂട്ടുന്ന അബദ്ധങ്ങൾക്ക്, എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരായുസിന്റെ വിലയുണ്ടായിന്ന് വരും. ഞാൻ ആരാണെന്നും ഞാൻ എന്തിനു വേണ്ടിയാണ് ഒരുക്കി തരുന്നതെന്നും എന്റെ മക്കൾക്കറിയാതെ പോയി. ഇനി നിങ്ങൾക്ക് വേണ്ടി എന്റെ ചോര നീരാക്കിയ കഥയും പറഞ്ഞ് ഈ അച്ഛൻ വരില്ല. ഇനി നിങ്ങൾക്ക് വേണ്ടി നടന്നു തേഞ്ഞ കാൽപാദങ്ങളാണ് എന്റേതെന്നും പറഞ്ഞ് നിങ്ങളെ കരയിപ്പിക്കാനും ഞാൻ വരില്ല. അവസാന കാലാകുമ്പോ പല മക്കളുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന, ആർക്കും വേണ്ടാത്ത സാധാരണ ഒരു കൂട്ടം അച്ഛനമ്മമാരെ പോലെ ദാസും പോകുന്നു. ദാസേട്ടാ, വല്യുഞ്ഞെ, അല്പം മുമ്പ് എന്റെ മകൻ എന്നോട് ചോദിച്ചു,
ഞാൻ അവന് വേണ്ടി വാങ്ങിച്ച ആഹാരത്തിന് വിഷം ചേർത്തിട്ടുണ്ടോന്ന്. കാരണം അവൻ മരിച്ച അവന്റെ ചേച്ചിക്ക് ആരും ഇല്ലാതാകുന്നു. എന്റെ മകള് പറഞ്ഞു കേട്ടില്ലേ, അവളുടെ അച്ഛൻ എന്നെ മരിച്ചു എന്ന്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് വലിയ, എന്നെ അടക്കിയ കല്ലറയാണ് അവരുടെ ഹൃദയം എന്ന് പറഞ്ഞില്ലേ, അത് മതി. ഇതുവരെ ഞാനിതിൽ വിഷം ചേർത്തിട്ടില്ല. ആ പാവ മനുഷ്യനെ ഇറക്കി വിട്ടപ്പോ നിനക്ക് സന്തോഷമായില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട കല്യാണി, എന്തായാലും മോശമായി പോയി. ഞങ്ങളുടെ കാലിലൊരു മുള്ളുകൊണ്ട അന്ന് രാത്രി ഉറങ്ങാതെ ഞങ്ങൾക്ക് കാവലിരിക്കുന്ന ആളായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. ആ അച്ഛൻ ഇങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് സഹിച്ചില്ല. ഒരു വാക്കുപോലും പറയാനാവാത്ത വിധത്തിൽ ദാസേട്ടന്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. എനിക്കുള്ള അസ്വസ്ഥതകളെല്ലാം പുതിയതല്ലോ മാഡം. ഒരുപക്ഷെ അതൊക്കെ എന്റെ ജാതകവിധിയായിരിക്കാം. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. എന്റെ വാക്കുകൾ കേട്ട് തൃച്ചംബരത്ത് വന്ന് താമസിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നൽ വന്നിട്ടുണ്ടോ ദാസേട്ടന്? അതാ ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ കാണേണ്ടി വന്നത്. എന്താ മേഡം ചോദിക്കുന്നേ? ജീവിതത്തിൽ ദാസിനെ ഓർക്കാൻ ഈ വീട് മാത്രമേ ഉള്ളൂ. എനിക്ക് അഖില മേഡത്തിനോടും സാറിനോടുള്ള നന്ദിയും കടപ്പാടും മരണം വരെ മറക്കാനാവോ? എന്നോടുള്ള നന്ദിയും കടപ്പാടും സൂക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വേറെ പ്രിയപ്പെട്ടത് പലതും കൈവിട്ടു പോകുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മാഡം, മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ ദാസേട്ടാ. എനിക്ക് വേണ്ടി ആരും ഒന്നും ത്യജിക്കുന്നത് എനിക്കിഷ്ടമല്ല. മാഡം വിളിച്ചു, ഞാൻ വന്നു. തൃച്ചംബരത്ത് അഖില മേഡവും ശിവരാമ സാറും വിളിച്ച ദാസിന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ എവിടെയുണ്ടെങ്കിലും ഞാനെത്തും. പക്ഷേ അതിന്റെ പേരിൽ ദാസേട്ടൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ചുറ്റുവട്ടത്ത് പ്രിയപ്പെട്ട പലരും ഉള്ളപ്പോ നന്ദിയും കടപ്പാടും സൂക്ഷിക്കാൻ വേണ്ടി ദാസേട്ടൻ അനുഭവിക്കുന്ന ധർമ്മസങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദാസേട്ടൻ ഇവിടെ നിൽക്കണമെന്നില്ല. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്റെ പ്രിയൻ. എന്തു പറ്റി? ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്നാ ഞാൻ അരവിന്ദിനെ സന്തോഷവാനായിട്ട് കാണുന്നത്. സത്യമൊന്നും ഞാൻ പലപ്പോഴും പലരുടെയും മുമ്പിൽ സന്തോഷം അഭിനയിക്കായിരുന്നു. എനിക്കറിയാം അരവിന്ദ്, മനസ്സിലൊന്ന് വെച്ച് ഈ മുഖത്ത് മറ്റൊരു ഭാവം വരില്ല. അതാ എന്റെ അരവിന്ദിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എന്റെ ബ്രോയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ട അന്ന് മുതലാണ് ഞാൻ രാത്രികളെയും നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ തുടങ്ങി. കിടന്നാലൊന്നും ഉറക്കം വരില്ല. നീ ഉറങ്ങിയെന്നറിയുമ്പോ ടെറസിലേക്ക് ഇറങ്ങി ആകാശത്ത് നോക്കി നിൽക്കും ഞാൻ. നക്ഷത്രങ്ങളെ നോക്കി എന്റെ ബ്രോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തിരിച്ച് നക്ഷത്രങ്ങളിൽ നിന്ന് ഇരുളിലേക്ക് നോക്കി പോകുമ്പോ ഉള്ളിലൊരു തീയാണല്ലേ. ഇപ്പൊ എന്റെ ബ്രോയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടിയെന്നതിന ഇതിലും വലിയ സന്തോഷമൊന്നും ഇനി അരവിന്ദന്റെ ജീവിതത്തിൽ വരാനില്ല. നിനക്കറിയോ, എന്റെ ബ്രോയുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ
ചിറകുകൾ തകർന്നു പോയത് എനിക്കാ. അറിയാം, അരവിന്ദ് തോൽക്കാതിരിക്കാൻ പാർത്ഥന്റെ സാരഥി പോലെ തേര് തെളിക്കാൻ ഇറങ്ങുന്നവനാ ആനന്ദ്. എന്താ അരവിന്ദ്? നിനക്ക് തരാൻ ബാക്കി വെച്ച പ്രണയം മുഴുവൻ ഇനി നിനക്ക് തരാൻ പോവാ. ഓ, പ്രണയകാലം കഴിഞ്ഞില്ലല്ലേ? തുടങ്ങിയിട്ട് വേണ്ടേ കഴിയാൻ? അരവിന്ദ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അത് നീയാ. നിന്റെ സ്നേഹവും പരിലാളനവും കരുതലും എല്ലാം ഒരു 100 വർഷം അനുഭവിക്കണം എനിക്ക്. ഇതെവിടെ പോയി? വല്യുഞ്ഞേ, വല്യുഞ്ഞേ, എങ്ങനെയുണ്ട് കല്യാണി? നല്ല ടേസ്റ്റ് അല്ലേ ദോശയ്ക്ക്? പിന്നെ സൂപ്പർ. വല്യുഞ്ഞ് തരുന്ന ദോശയല്ലേ, അതിന് നല്ല രുചി ഉണ്ടായിരിക്കും. എന്നാ ഒന്നുകൂടെ കഴിക്ക. അയ്യോ, വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ എന്നും കഴിക്കുന്നതിന്റെ ഇരട്ടിയായി. ഒന്നുകൂടെ കഴിക്കുക കല്യാണി. അയ്യോ, ദോശ അരിഞ്ഞു. അതെ, ഈ പാചകം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നല്ല ശ്രദ്ധ വേണം. കല്യാണി, നീ മുൻവശത്ത് പോയിരിക്കും. എനിക്കിവിടെ കുറച്ച് ജോലിയും കൂടിയാണ്. എന്റെ കുഞ്ഞളിയന് ഒരു 10-25 ദോശ ഇട്ട് വെക്കട്ടെ. വല്യുഞ്ഞേ, എന്റെ അനിയനെ കളിയാക്കലുണ്ടല്ലോ. ഇങ്ങോട്ട് എടുക്കും, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഏയ്, വേണ്ട 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 വേണ്ട. ഇന്നത്തെ പാചകം തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ വക. പുറത്താരാ വന്നിട്ടുണ്ട്? അതാരാ? എനിക്ക് സന്തോഷമായടാ. എനിക്കിത് കൂടുതലൊന്നും വേണ്ട. നീ എന്നെ കാണുന്നുണ്ടല്ലോ. കാഴ്ച തിരിച്ചു കിട്ടിയപ്പോ ഞാൻ കാണാൻ കൊതിച്ചവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. ഇരുട്ടിൽ തപ്പി നടന്ന സമയത്ത് മായാതെ മനസ്സിൽ തെളിഞ്ഞു നിന്ന മുഖങ്ങളിലൊന്ന് നിന്റെയാ. ഈ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാഴ്ച കിട്ടിയെന്ന് ഞാൻ എന്നെ എങ്ങനെ വിശ്വസിപ്പിക്കും? നിന്റെ ആത്മവിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതാ. കടലെരുമ്പി വന്നാലും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുള്ള ഉറപ്പുണ്ട് നിന്റെ ഈ ചങ്കിന്. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണ്. എന്തൊക്കെയോ നേടിയെന്നൊരു തോന്നല്. നിന്റെ കാഴ്ച പോയ അന്നു മുതൽ ബ്രഹ്മയാമത്തിൽ ഉണർന്ന് എന്നോ മറന്നുപോയ സൂര്യഗായത്രി മന്ത്രം മുടങ്ങാതെ ചൊല്ലുമായിരുന്നു ഞാൻ. ഭൂമിക്ക് പ്രകാശം നൽകുന്ന സൂര്യനോട് നിന്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമെന്ന് യാചിക്കുമായിരുന്നു. നീ ഇരിക്കുന്നില്ലടാ. എന്റെ മേശപ്പുറത്ത് ഒരു കൂട്ടം ഫയലുകൾ പെൻഡിങ്ങാ. ഇപ്പോ വിവരാവകാശ നിയമമുള്ള സമയം. കൃത്യസമയത്ത് തീർത്തു കൊടുത്തില്ലെങ്കിൽ പ്രശ്നോ. ദേ നിന്റെ സ്കൂട്ടർ. ഞാൻ ഇറങ്ങോ? ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ. ചായ വേണ്ട, ഗംഭീര സദ്യ ഒരുക്കണം കല്യാണി. 4 കൂട്ടം പായസം കൂടി ഇരുന്നോട്ടെ. ഈ സദ്യക്ക് അത്ര മധുരം വേണം. സുബ്രു, നിനക്ക് വരെ വണ്ടിയില്ലല്ലോ. ഞാൻ നിന്നെ ഓഫീസിലാക്കാം. വേണ്ട, എന്റെ ഓഫീസിലൊരു സ്റ്റാഫ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
പോട്ടടാ, വൈകിട്ടാണ്. ശരി. മാഡം, ദാസേട്ടന് ഒട്ടും സുഖമില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ. ഇപ്പൊ എങ്ങനെയൊക്കെയെന്ന്? നീ ആരാടി? ഇയാളുടെ വക്കീലോ? അപ്പൊ ചാകാനാണ് വന്നതെങ്കിൽ ആ മതിലിനപ്പുറത്ത് ഔട്ട് ഹൗസിലേക്ക് പോയാ മതി. ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കല്ലേ. ദാസേട്ടനോ? എന്തോ ചേച്ചി? ഓ, എന്തോ ദാസേട്ടാ? ദാസേട്ടന് സുഖമില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അപ്പോഴാ മാഡം. എന്താ? അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ഒന്നുമില്ല കുഞ്ഞെ, ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ, ഇത് വെറുതെ. അതാ ഞാനും പറഞ്ഞത്. വെറുതെ ഓരോരോ വയ്യാവേലികള് തൃച്ചംബരത്തേക്ക് വലിഞ്ഞു കയറി വന്നോളൂ. ഇതിപ്പോ ഒരു സത്രമാണല്ലോ, എല്ലാവർക്കും കേറി ഇറങ്ങാനായിട്ട്. സത്രമൊക്കെ പണ്ടായിരുന്നു. ചിലരൊക്കെ കേറി പിന്നെ തിരിച്ചിറങ്ങി പോയില്ലെന്നുള്ളൂ. ദാസേട്ടാ വന്നേ, ഞാൻ കൊണ്ടുപോവാം. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വാ, വണ്ടി കയറി വാ. വേണ്ട കുഞ്ഞെ, വെറുതെ എന്തിനാ എന്റെ പേരില്? വെറുതെ അല്ല, കാര്യമായിട്ടാ. ഞാനാണെന്ന് ദാസേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നത്. രാവിലെ നീ മിഠായി എവിടെ നിന്ന് വാങ്ങി? അത് ബാബുവേട്ടന്റെ കടയിൽ മിഠായി ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇത് എവിടെന്നാ? എന്താടാ ഇത് എവിടെന്നാന്ന്? ചേച്ചി, ഇത് ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന കൂട്ടത്തിലുണ്ടായിരുന്നതാ. കളയാൻ തോന്നുന്നില്ല ചേച്ചി. ഞാനിതൊരെണ്ണം കഴിച്ചോട്ടെ. നമ്മുടെ അച്ഛൻ കൊണ്ടുവന്നല്ലേ ചേച്ചി. വെളിച്ചത്തെ ഇനിയും അകറ്റി നിർത്താൻ കഴിയില്ല. എന്റെ മകന്റെ ഇഷ്ടമാണ്, അവന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അഖിലയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം, ഈ തൃച്ചംബരത്തിന്റെ സന്തോഷം. കയറി വരൂ. നിൽക്ക്. തൃച്ചംബരത്തെ പരമ്പരാഗത ആഭരണങ്ങൾ അണിഞ്ഞു വേണം മൂത്ത മരുമകൾ തൃച്ചംബരത്തേക്ക് വലതുകാല് വെച്ച് കയറാൻ. ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് എന്റെ അച്ഛനെ. ഞങ്ങളെ മക്കൾക്ക് വേണ്ടി ഒരു പുരുഷായുസ് ഹോമിച്ച എന്റെ അച്ഛന്. എന്താ ഇത് കല്യാണി? വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ കല്യാണി. പാവം, ഞാൻ ഇറങ്ങിപ്പോവാൻ പറയുന്ന ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. എന്നെ കാണാൻ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനതിന്റേതായ കാരണങ്ങളുണ്ട്. മകളെ ഇല്ലായ്മകൾക്കിടയിലും രാജകുമാരിയെ പോലെ സ്നേഹിച്ചു വളർത്തിയ ആ പാവത്തിന്റെ സ്വപ്നങ്ങൾ കെടുത്തിയവളാ ഞാൻ. ഒരു ജന്മത്തിൽ തന്നെ മക്കളുടെ അമ്മയും അച്ഛനും ആകേണ്ടി വന്ന മനുഷ്യൻ. അതെനിക്കറിയോ, എന്റെ ജീവന എന്റെ അച്ഛൻ, എന്റെ ദൈവം. എന്താ കല്യാണി കൊച്ചുകുട്ടികളെ പോലെ? ഇന്നലെ മുതൽ എന്റെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല.
ഉറങ്ങാൻ പറ്റില്ല അച്ഛന്. സ്വപ്നവും വിശ്വാസവും തകർത്ത ഞാൻ തന്നെ അച്ഛനെ. നീ അതൊക്കെ വിട്. ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തുന്നതും കല്യാണം കഴിക്കുന്നതും ഒന്നും അത്ര വലിയ തെറ്റല്ല. ഇത് ഈ ലോകത്ത് തൃച്ചംബരത്തെ ഡ്രൈവറായിരുന്ന ദാസേട്ടന്റെ മകൾ മാത്രം ചെയ്തൊരു അപരാധമല്ല. പിന്നെ എന്തിനാ കല്യാണി നീ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇവിടെ ആരുടെയും സ്വപ്നങ്ങളും വിശ്വാസവും ഒന്നും തകർന്നിട്ടില്ല. ഒരു ജീവിതം ഉണ്ടായി, അത്രേ ഉള്ളൂ. അതെ കല്യാണി, എല്ലാം തിരിച്ചറിയുമ്പോ ദാസേട്ടൻ മടങ്ങി വന്നോളൂ. ഇതൊക്കെ എനിക്ക് പല്ലുവിനോട് അനിയൻകുട്ടനോട് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ നന്ദനെ. അത് നന്നായി. ഇല്ലെങ്കിൽ ദാസേട്ടനെ പോലെ നീയും ഒന്നും ഉറങ്ങില്ലായിരുന്നു. നീ സമാധാനായിട്ടിരിക്കും, വിഷമിക്കണ്ട. ദാസേട്ടൻ എല്ലാം ക്ഷമിക്കും. ആ മനസ്സ് എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാവുന്നതല്ലേ. ഓ എന്തു നന്ദന? കരഞ്ഞ് കലങ്ങിയതുപോലെ ഉണ്ടല്ലോ കണ്ണുകൾ. ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാനതെങ്ങനെ വിശ്വസിക്കും? എന്താ സങ്കടം എന്ന് എന്നോട് പറഞ്ഞൂടെ മോളെ? അരവിന്ദിന് അങ്കിൾ പ്രശ്നം. അരവിന്ദൻ എന്ത് പറ്റി? ഓഫീസിൽ ഇന്ന് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് അരവിന്ദിനെ വല്ലാതെ പരിഹസിച്ച് സംസാരിച്ചു. അത് അരവിന്ദിനെ വല്ലാതെ ഹേർട്ട് ചെയ്തു. അവൻ വിളിച്ചിരുന്നോ മോളെ? ഇല്ലെങ്കില് മാനേജറെ വിളിച്ച് പറഞ്ഞു. ഞാൻ അരവിന്ദിനെ ഒരുപാട് തവണ ഫോൺ വിളിച്ചു, എടുക്കുന്നില്ല, ബിസിയാക്കി കളയ. ഞാനൊന്ന് വിളിക്കാം. അവൻ ബിസിയാക്കി. എനിക്കെന്തോ പേടിയാവുന്നു. ചെറിയൊരു കാര്യം പോലും സഹിക്കാനാവാത്ത മനസ്സ് അരവിന്ദിന്റെ. മോളെ പേടിക്കണ്ട, ഒന്നുമില്ല. അവനിങ്ങ് വരും. മോളെ സമാധാനമായിട്ട് ചെല്ലും മോളെ. അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ വരട്ടെ. അവനെ അഖിലാണ്ടേശ്വരിയുടെ രക്തം. അലകടലിനെയും കൊടുങ്കാറ്റിനെയും നേരിടാൻ ഭയം കാണിക്കാത്ത അഖിലാണ്ടേശ്വരിയുടെ രക്തം. അഖിലാണ്ടേശ്വരിയുടെ രക്തമാണെങ്കിലും ശിവരാമകൃഷ്ണന്റെ രക്തമാണെങ്കിലും ശരി, അവൻ ഇന്ന് ഓഫീസിൽ വച്ച് മറുപടിയില്ലാതെ അപമാനിതനായി തല കുനിച്ചു നിന്നു. അവന്റെ കണ്ണുകളിൽ നിന്നും താഴേക്ക് അടർന്നു വീണത് കണ്ണുനീരിന് പകരം നീ പറഞ്ഞ രക്തമാ. അവിടെയും ശ്രീയേട്ടന് തെറ്റി. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നടന്നു കയറാനുള്ള കരുത്തുണ്ടാവും അവന്. പ്രിയങ്ക, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ദൂരം ചെറുതല്ല. അത് നടന്നു കയറാനുള്ള പേശീബലം വന്നിട്ടില്ല അവന്. അങ്ങനെ ഒരു വെയിലത്തും വാടിപ്പോകുന്നവനല്ല അങ്കിളെ അവൻ. അവന്റെ ജനുസിനൊരു പ്രത്യേകതയുണ്ട്. വീണെടുത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കെൽപ്പുണ്ട് അവന്. അവൻ തളർന്ന തെറിച്ചു വീണ അവന്റെ ഗാന്ധീവം തിരിച്ചെടുത്തു കൊടുക്കാനും അവനെ യുദ്ധസന്നദ്ധനാക്കാനും പോന്ന ഒരു തേരാളി കൂടെയുണ്ട്. അവന്റെ കൂടപ്പിറപ്പ് ആനന്ദകൃഷ്ണൻ. പക്ഷെ ഈ ഒരു പരാജയത്തിന്റെ തളർച്ചയിൽ നിന്നും ഇനി അവൻ ഉയർത്തെഴുന്നേൽക്കരുത്. നടന്നു കയറാനുള്ള ശ്രമത്തിനിടയിൽ അവനെ വീഴ്ത്തണം. നാലുപാടു നിന്നും കുറ്റപ്പെടുത്തലുകളും കൂടി ആവുമ്പോൾ ശേഷിക്കുന്ന മനസ്സും കൂടി തളരും. അങ്ങനെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനി നാഥനെല്ലാ കളരിയാകും. ഞാൻ കാരണം സങ്കടപ്പെടേണ്ടി വന്ന ക്ഷമ ചോദിക്കാം. ഞാനല്ലാതെ വേറെ ആരാ നിനക്ക് വേണ്ടി സങ്കടപ്പെടുക? ഇതൊന്നും ഒരു പ്രശ്നമല്ല അരവിന്ദ്. പക്ഷെ വേറെ ആരും നിന്നെ വേദനിപ്പിക്കാൻ പാടില്ല. അതെനിക്ക് സഹിക്കില്ല. നിനക്ക് നല്ലൊരു ബിസിനസ്മാനായി മാറാൻ പറ്റും അരവിന്ദ്. എനിക്കറിയാം, നിന്നെ പോലെ മിടുക്കിയായിട്ടൊരു ബിസിനസ്സുകാരിക്ക് ചേർന്ന ഹസ്ബൻഡൊന്നും അല്ല ഞാൻ.
ആരാ പറഞ്ഞത് ഇതൊക്കെ? നീ എനിക്ക് ചേർന്ന ഹസ്ബൻഡ് അല്ലെന്ന്. നിന്നെ പോലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഞാൻ കമ്പനിയിലെ എല്ലാവരുടെയും മുന്നില് ബിസിനസ് അറിയാത്തൊരു കോമാളിയായിട്ട് വന്നിട്ടും നിനക്കെന്നോട് വെറുപ്പൊന്നുമില്ല നന്ദന. വെറുപ്പോ? നിന്നെ പോലൊരു പയ്യനെ കിട്ടാൻ ഞാൻ എന്തൊക്കെ തന്ത്രങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്ന് അറിയൂ. എല്ലാം ശരിയാകും അരവിന്ദ്, എല്ലാം ശരിയാകും. ഞാനില്ലേ നിന്റെ കൂടെ? അല്ല കല്യാണി, കൊള്ളാം. ജില്ലാ കളക്ടർ ആവാൻ പോകുന്ന ആളെ കൊണ്ടാണോ നീ വീടിനകം തൂപ്പിക്കുന്നത്? ഇങ്ങോട്ടെ. എന്റെ അനിയൻകുട്ട, ആണുങ്ങൾ ചെയ്യുന്ന ജോലിയാണോ ഇതൊക്കെ? അത് വലിയ ഇവിടെ മുഴുവൻ ഉറുമ്പ്. അതാ ഞാന്. ഓഹോ, അപ്പോ അടുക്കളയിൽ ഇരുന്ന അച്ചപ്പം മുഴുവൻ തീർന്നു കാണും. ചുമ്മാതല്ല നീ ഇങ്ങനെ തടിച്ചു വരുന്നത്. ആദ്യം കട്ടുതീറ്റ കുറയ്ക്കണം. സാരമില്ല, നീ കുറച്ച് അച്ചപ്പൊക്കെ കഴിച്ചോ, അതിൽ വരുന്ന തടിയൊക്കെ വരട്ടെ. കല്യാണി, നല്ലൊരു സ്ട്രോങ് ചായ ഇട്ടുണ്ടോ? കഴുത്തിനൊക്കെ നല്ല വേദന. കുറച്ചു നേരം വാന നിരീക്ഷണം അല്ലായിരുന്നോ? പോവല്ലേ, ഞാൻ പോയി ചായ ഉണ്ടാക്കുന്നു. ഈ ചേച്ചിയുടെ ഒരു കാര്യം, വന്ന് കേറും മുമ്പ് ഞാൻ അച്ചപ്പെടുത്തുന്ന കാര്യം അറിഞ്ഞു. അയ്യോ അനികൂട്ടാ, ഞാൻ മറന്നുപോയി. ദാ മൊബൈല്. നിന്റെ ആ ഫ്രണ്ടില്ലേ അരുൺകുമാർ വിളിച്ചിരുന്നു. തിരിച്ചൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഞാൻ പറയുന്നത്, എനിക്ക് ഇവിടെ ഒരു ഫോൺ വാങ്ങിച്ചു തരാൻ. ആഹാ, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ, ബാക്കി എല്ലാം തികഞ്ഞു. അതവിടെ നിക്കട്ടെ. ചേച്ചി എന്തിനാ ഞാൻ അച്ചപ്പെടുത്തുന്നവരും വല്യനോട് പറയാൻ പോയത്? അതോ, നീ ഒരു കൊച്ചുണ്ണി കൃഷ്ണനാണെന്ന് വല്യനും കൂടി അറിയട്ടെ. ഭഗവാൻ കൃഷ്ണൻ വെണ്ണ കെട്ടി തിന്നപ്പോ എന്റെ അനിയൻകുട്ട അച്ചപ്പം കെട്ടി തിന്നു. അച്ചപ്പ കള്ള. എന്നിട്ടും അത് ചെയ്യാതെ മക്കളെ തോൽപ്പിക്കാനല്ലെങ്കിൽ പിന്നെന്തിന് ദാസ് തൃച്ചംബരത്ത് താമസിച്ചു? അതിന്റെ ഉത്തരമാണ് എനിക്കറിയേണ്ടത്. അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് കൃഷ്ണേട്ടാ. ആനന്ദിനെ ചികിത്സിക്കാൻ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോവാൻ നമ്മൾ തീരുമാനിച്ചു. കല്യാണിയപ്പോ ഒറ്റപ്പെട്ടു പോകും. അവര് ഔട്ട് ഹൌസിൽ സുരക്ഷിതരായിരിക്കുമെന്ന് അവനെ ബോധ്യപ്പെടുത്തണമായിരുന്നു എനിക്ക്. അതിന് ആനന്ദ് പോകുമ്പോ ദാസേട്ടനെ ഔട്ട് ഹൌസിൽ താമസിപ്പിക്കാനായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ പെട്ടെന്ന് കഥ മാറിമറിഞ്ഞുപോയി. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആനന്ദിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടിക്കഴിഞ്ഞിരുന്നു. മകളുടെ പ്രവൃത്തികൾ കൊണ്ടാവാം ലക്ഷ്യം പിഴച്ചിരിക്കുന്നു. അതെ, ലക്ഷ്യം പിഴച്ചിരിക്കുന്നു. ഇനി ഈ ദാസന്റെ ആവശ്യമില്ലേ തൃച്ചംബരത്തിന്? ആർക്കൊരു ഭാരമാവാതെ പോകണം എനിക്ക്. ഞാനിവിടെ നിൽക്കുന്നത് തൃച്ചംബരത്തിന് ബാധ്യതയായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റ്. ബാധ്യതയായി തോന്നിയിരുന്നെങ്കിൽ മകളെയും കൂട്ടി പണ്ടേ തൃച്ചംബരത്തേക്ക് വരരുതായിരുന്നു ദാസേട്ടൻ. ആരും മറക്കാൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ട് ഇപ്പോഴും ഈ വീട്ടിൽ. പാരമ്പര്യവും പ്രൗഢിയും മുറുകെ പിടിച്ചിരിക്കുന്ന തൃച്ചംബരം ഇത്തരത്തിൽ കുത്തഴിഞ്ഞു പോകണമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ദാസേട്ടനും അതിനൊരു ഉത്തരവാദിയാണെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല എന്നർത്ഥം. താലികെട്ടിയ ഈ ഭർത്താവും 2 മക്കളും ചേർന്ന് അഖിലാണ്ടേശ്വരിയെ കോമാളി വേഷം കെട്ടിച്ചപ്പോ ഞാൻ എപ്പോഴൊക്കെയോ കൂടപ്പറപ്പിനെ പോലെ കരുതിപ്പോയ ദാസേട്ടനെങ്കിലും എന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ. എന്നിട്ടും സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കണോ ഞാൻ? ഞാനെവിടെയാ? കുഞ്ഞോ?
ദാസേട്ടാ ഈ വെള്ളം കുടിച്ച്. ഇതെട്ടാ വെള്ളം. ഞാനിപ്പോ എവിടെയാ? എന്നെ എവിടേക്കാ കൊണ്ടുവന്നേ? എന്നെ എവിടേക്കാ കൊണ്ടുവന്നേ അനിയ കുഞ്ഞെ? പറയേ. നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. ഹോസ്പിറ്റലിലേക്കോ? എന്തിന്? ദാസേട്ടൻ വല്ലതും അറിയുന്നുണ്ടോ? ദാസേട്ടൻ തൃച്ചംബരത്തിന്റെ മുറ്റത്ത് ബോധമില്ലാതെ വീട് കിടക്കുമായിരുന്നു. ഞാനും സുജാതേച്ചിയും കൂടിയിട്ടാണ് കാറിൽ കയറ്റിയത്. കുഞ്ഞ് കാറ് നിർത്തിയേ. എന്തിന്? അതിന് ഹോസ്പിറ്റൽ ആയിട്ടില്ല. കുഞ്ഞ് കാറ് നിർത്ത്. ഹോസ്പിറ്റലൊക്കെ ഞാൻ തനിയെ പൊക്കോളാം. കുഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്റെ ദാസേട്ട ഇതൊന്നും ആയിരുന്നില്ല ദാസേട്ടന്റെ കുറച്ചു മുമ്പത്തെ സ്റ്റേജ്. കുഞ്ഞിപ്പ എന്നെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും മുന്തിയ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും. അവരെന്നെ അഡ്മിറ്റ് ചെയ്യും. ആ ചെയ്യട്ടെ, അതിനിപ്പോ എന്താ? അഡ്മിറ്റ് ചെയ്താ കൂടെ നിൽക്കാൻ ഇരിക്കാനുള്ളേ. ഒന്ന് തളർന്നു വീണ താങ്ങാവാൻ പോലും ഈ ദാസിന് ആരുമില്ല. ആരുടെ മനസ്സിലും ദാസില്ല. ദാസ അനാഥനാ. ദാസേട്ട എന്തൊക്കെ പറയുന്നേ? എവിടെ കിടന്ന് ചെത്താലെന്താ? പെരുവഴി കിടന്ന ദിവസേന എത്ര നായ്ക്കൾ ചാവുന്നു. അനാഥ ശവങ്ങൾ മൂടുന്ന കൂട്ടത്തില് മുനിസിപ്പാലിറ്റിക്കാരെ എന്നെ മൂടിക്കൊള്ളൂ. ദാസേട്ട ഒരുമാതിരി ഫിലോസഫി വർത്താനം പറയാൻ നിൽക്കല്ലേ. പ്രായം ഒക്കെ ഒന്നും ഞാൻ നോക്കാൻ നിൽക്കില്ല, പറഞ്ഞേക്കാം. അനിയൻ കുഞ്ഞ് എന്തും പറഞ്ഞോ, ദാസിന് സങ്കടമില്ല. ഞാൻ തോളത്തെടുത്ത് നടന്ന കുഞ്ഞല്ലേ. ഓ, അപ്പൊ അങ്ങനെ ഒരു വിചാരമുണ്ട്. അപ്പൊ അന്ന് തോളി കയറിയ കുഞ്ഞ് തന്നെ പറയുന്നേ അവിടെ അടങ്ങിയിരിക്കാൻ. കുഞ്ഞു കാറ്